വയനാട് ദുരന്തത്തിൽ നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കാനായി ഇന്ന് പ്രത്യേക ക്യാമ്പ്. താൽക്കാലിക പുനരധിവാസത്തിനായി 250 വീടുകൾ കണ്ടെത്തി. തിരിച്ചറിയാനാവാത്തവരുടെ DNA ഫലങ്ങൾ ഇന്നു മുതൽ പ്രസിദ്ധീകരിക്കും. കാണാതായവർക്കായി ചാലിയാറിൽ ഇന്നും നാളെയും തിരച്ചിൽ. തിരുവനന്തപുരം മര്യനാട് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. മരിച്ചത് വെട്ടത്തുറ സ്വദേശി അത്തനാസ്. വള്ളത്തിലുണ്ടായ 2 പേർക്ക് പരിക്ക്. സംസ്ഥാനത്ത് ആശ്വാസകിരണം പദ്ധതി അവതാളത്തിൽ. സർക്കാർ ഫണ്ട് മുടങ്ങിയിട്ട് 2 വർഷം. കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന ആശ്രിതർക്കുള്ള പദ്ധതിയിൽ വിതരണം ചെയ്യേണ്ടത് പ്രതിമാസം 600 രൂപ. സെബി അധ്യക്ഷ മാധവി പുരി ബുച്ചനെ വെല്ലുവിളിച്ച് ഹിൻഡൻബർഗ്. ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാകുമോ എന്ന ചോദ്യം. സിംഗപ്പൂർ കമ്പനി ഇടപാടുകൾ പുറത്തുവിടുമോ എന്നും ഹിൻഡൻബർഗ്. വെളിപ്പെടുത്തലിൽ സുപ്രീം കോടതി ഇടപെടൽ ആവശ്യപ്പെട്ട കോൺഗ്രസ്. ആരോപണങ്ങൾക്ക് പിന്നാലെ അദാനി ഓഹരികളിൽ ഇടിവ്. ബീഹാറിലെ ജഹനാബാദിൽ ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട 7 മരണം. അപകടത്തിൽ 30-ലേറെ പേർക്ക് പരിക്ക്. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ വാഹനാപകടത്തിൽ 5 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. അപകടം കാറും ട്രക്കും കൂട്ടിയിടിച്ച്. കൊൽക്കത്തയിൽ മെഡിക്കൽ വിദ്യാർത്ഥിനി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ഇരമ്പുന്നു. രാജ്യവ്യാപക സമരവുമായി ഡോക്ടർമാരുടെ സംഘടനകൾ. കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും ആവശ്യം. വിദ്യാർത്ഥി സമരം ന്യായമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി.